ഗുഡ് മോർണിംഗ് ഗേഴ്സ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളെ മഴ കുറച്ച് തോന്നുന്നു കേട്ടോ. ഇന്ന് രാവിലെ ആയപ്പം കുറച്ച് മഴ പെയ്യുന്നില്ല, എന്ന് പറഞ്ഞ് വെയിലൊന്നുമില്ല, ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇന്ന് ചോളപ്പുട്ട്, എൻ്റെ കാപ്പിക്ക് ചോളപ്പുട്ടും പിന്നെ ഒരു മുട്ട, 2 ഈന്തപ്പഴം, 5 ബദാം. ഈ ചോളപ്പുട്ട് നമ്മൾ ഉണ്ടാക്കുമ്പം ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പം മരം പോലെ ഇരിക്കും, കല്ല് പോലെ, പിന്നെ ഒരു സോഫ്റ്റ് ഇല്ല. ഞാനൊരൈറ്റം ഇട്ട് കുക്കറിൽ ശകലം നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ ചൂടായി വരുമ്പോൾ ഈ ചോളറവയില്ലേ, ചോളത്തിൻ്റെ റവ, ഉപ്പുമാവ് റവയാണിത്, പുട്ടും ഉണ്ടാക്കാം കേട്ടോ. അതിനെ ഇട്ട് വഴറ്റണം, നല്ലപോലെ വഴറ്റി നല്ല മഞ്ഞ കളറാകും അതിനകത്ത് ഇടണം. അപ്പോഴെന്ത് ചെയ്യണം, കുറച്ച് തിളച്ച വെള്ളം, അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെക്കണം. ആ തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ച് അടച്ച് വെക്കണം. ആ ചോളമാവിൻ്റെ മുകൾ വരെ വെള്ളം വരണം കേട്ടോ. അത് അടച്ചങ്ങനെ വെച്ചേക്കണം. നമ്മുടെ കുക്കർ വിസിലിട്ട് വെച്ചേക്കണം. തീ വയ്ക്കല്ലേ, തീ പിന്നെ കെടുത്തിയേക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളതിൻ്റെ ഇതൊക്കെ മാറി, ചൂടൊക്കെ മാറിയിട്ട് നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ. തുറന്ന് നോക്കുമ്പം ഇതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് അതിനെ ഒന്ന് കുഴച്ച് ഇഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയ സൂപ്പർ. 2 പ്രാവശ്യം മെനക്കേടാന്ന് വിചാരിക്കണ്ട, ഇത് എളുപ്പമാ, കുക്കറിലല്ലേ, നമ്മളൊന്നും അറിയണ്ട. ആ സമയത്ത് നമുക്ക് തേങ്ങ തിരിയുമ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് ആ ഇഡലി പാത്രത്തിലോട്ട് വാരി വെക്കണം. പുട്ടുകുറ്റിയിൽ വെക്കരുതേ, കാരണം ഈ നെയ്യും വെളിച്ചെണ്ണ ഒഴിക്കുന്നതുകൊണ്ട് പുട്ടായിട്ട് വരത്തില്ല, പൊടിഞ്ഞു പോകും കേട്ടാ ഗേസ്. കൂട്ടുകാരെ, ഞാൻ വീണ്ടും പറയുന്ന പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കരുത്, അത് പൊടിഞ്ഞു പോകും, ഇരിക്കത്തില്ല ഉറച്ച് കേട്ടോ. അപ്പം നമ്മൾ അതിനെ ഇഡലി പാത്രത്തിലോട്ട് അരി വെച്ചിട്ട് ആവി കയറ്റി എടുത്ത സോഫ്റ്റ് പുട്ടാണ് കേട്ടാ. കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റും ഉണ്ട്. ഇച്ചിരി തേങ്ങയൊക്കെ കൂടുതലിട്ടാൽ മതി, നല്ല ടേസ്റ്റാണ്, നല്ല രുചിയുണ്ട് കേട്ടോ. അതുപോലെ സോഫ്റ്റ് ഉണ്ട്, ഇതാ പഞ്ഞി പോലെയാണ് കഴിച്ചിരിക്കുന്നത് കണ്ടോ, മരം പോലെയല്ല, നമ്മൾ പഞ്ഞി പോലെ ഇരിക്കും. നമ്മൾ അരിപ്പൊട്ടുണ്ടല്ലോ, അജ്മിയുടെയൊക്കെ പുട്ടുപ്പൊടി, അതുപോലെ ഇരിക്കും. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ശരി, എല്ലാവർക്കും സ്നേഹത്തോടെ ഉച്ചയ്ക്ക് കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. ബൈ, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എല്ലാവരോടും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.